കാർഡിയാക് പേഷ്യന്റിന്റെ പറയത്തക്ക ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ സമൃദ്ധയ്ക്കില്ല. പിന്നെ എന്തിനീ ടാബ്ലറ്റ്സ് ഒക്കെ സമൃദ്ധ കഴിക്കണം? അതല്ലേ മെയിൻ പ്രോബ്ലം. അത് മാത്രമല്ല ഡോക്ടർ, ഉടനെ തന്നെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ പേഷ്യന്റായ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരു കുഴപ്പവും കൂടാതെ ജീവിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഇത്രയും കാലത്തിനുള്ളിൽ നടന്നിരിക്കണ്ടേ? പക്ഷേ എന്റെ പേടി കാരണം എനിക്കന്ന് സർജറി നടത്താൻ സാധിച്ചില്ല എന്ന് അമ്മയും ഗോകുലും പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. എന്നാലും ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താതെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ ഡോക്ടർ? എന്റെ രോഗം മാറിയെന്ന് ഞാൻ വിശ്വസിക്കണോ? അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതാ ഈ അവസ്ഥയിലുള്ള ഏതെങ്കിലും രോഗിക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താതെ തന്നെ അസുഖം മാറിയതായിട്ട് ഡോക്ടർ കേട്ടിട്ടുണ്ടോ? സമൃദ്ധ ഇപ്പൊ പറഞ്ഞ ഈ സംശയങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ ഉത്തരമില്ല. അവർ പറഞ്ഞത് ശരിയായിരിക്കാം. ഒരുപക്ഷെ ആ സർജറി നടത്തിയിട്ടുണ്ടാവില്ല. അതെനിക്കറിയാം ഡോക്ടർ. അപ്പോ സർജറി നടത്താതെ എന്റെ രോഗം മാറിയെന്നാണോ ഡോക്ടർ പറയുന്നത്? എന്റെ മെഡിക്കൽ എക്സ്പീരിയൻസിൽ ഇതുപോലെ ഒരുപാട് മിറാക്കിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചു പോകുമെന്ന് ഞങ്ങൾ ഡോക്ടർമാർ 100% ഉറപ്പിച്ച പല രോഗികളും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നീട് അവർ എത്രയോ വർഷങ്ങൾ സുഖമായി ജീവിച്ചിട്ടുണ്ട്. സമൃദ്ധ, ഞങ്ങൾ ഡോക്ടർമാരെല്ലാം രോഗികളുടെ ജീവന്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. അതിന്റെ ഉടമസ്ഥൻ മുകളിലുള്ള ആ മഹാവൈദികനാണ്. അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കാം ഒരുപക്ഷെ സമൃദ്ധിയെ രക്ഷപ്പെടുത്തിയത്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത മറ്റൊരു രീതിയിലാണ് ഇത് നടന്നിട്ടുള്ളതെങ്കിലോ? മനസ്സിലായില്ല. മോഡേൺ മെഡിസിൻ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിൽ കൂടിയാണ് സമൃദ്ധിയുടെ രോഗം മാറിയതെങ്കിലോ? ഉദാഹരണത്തിന് ആയുർവേദം പോലെയുള്ള ചികിത്സാ രീതികൾ. ഏത് രോഗവും അങ്ങനെ മാറ്റാൻ കഴിയുന്ന ചില മഹാസിദ്ധന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്ന് വീട്ടുകാരോട് ചോദിച്ചറിയാലോ. നമുക്കെന്തായാലും കുറച്ച് ടെസ്റ്റുകൾ കൂടി നടത്തി നോക്കാം. ECGയിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ കൂടി നടത്തി നോക്കാം. വേണമെങ്കിൽ ഒരു എക്കോ ടെസ്റ്റ് കൂടി നോക്കാം. എന്തു പറയുന്നു? ചെയ്യാം ഡോക്ടർ. ഓക്കെ. ഈ ടെസ്റ്റുകളെല്ലാം ഇപ്പൊ തന്നെ ചെയ്യണം. ശരി ഡോക്ടർ. ശരി. റിസൾട്ട് മാക്സിമം വേഗത്തിൽ എനിക്ക് കിട്ടണം. ചെയ്യാം. താങ്ക് യു ഡോക്ടർ. സമൃദ്ധ, സമൃദ്ധ, എത്രയോ പേര് ഈ അസുഖത്തിന് ചികിത്സ കിട്ടാതെ മരിക്കുന്നു. പിന്നെ എത്രയോ പേര് ബൈപ്പാസ് ചെയ്തിട്ടും മരിക്കുന്നു. ഇവിടെ സമൃദ്ധ ശരിക്കും ദൈവത്തോട് നന്ദി പറയാ വേണ്ടേ?